Hello friends, welcome to the world of CMA. Income received in India. അത് റെസിഡൻറ്റിന് ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന എല്ലാ ഇൻകത്തിനും ടാക്സ് കൊടുക്കണം അല്ലേ? ഒരു ലിമിറ്റിന് മേലെയുള്ള എല്ലാ ഇൻകത്തിനും ടാക്സ് കൊടുക്കണം നമുക്കറിയാം. എന്നാൽ നോൺ റെസിഡൻറ്റിന് ടാക്സ് കൊടുക്കണ്ട അല്ലേ? മിക്കതിനും ടാക്സ് കൊടുക്കണ്ട. എന്നാൽ നോൺ റെസിഡൻറ്റിനും എന്ത് ചെയ്യും? നോൺ റെസിഡൻ്റ് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ ടാക്സബിളാണ്. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ പോലും ഇൻകം റിസീവ് ചെയ്ത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ടാക്സബിളാണ്. പക്ഷേ വിദേശത്ത് ഇന്ത്യക്ക് പുറത്ത് റിസീവ് ചെയ്തിട്ട് ഇന്ത്യക്ക് പുറത്താണത് റിസീവ് ചെയ്ത്, പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ അല്ല. എന്തുകൊണ്ട്? അത് റിസീവ് ചെയ്തത് ഇന്ത്യയിലല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്ത്യയിലാണ് റിസീവ് ചെയ്തതെന്നുണ്ടെങ്കിൽ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ പോലും ടാക്സബിളാണ്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് റിസീവ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? എന്ത് ചെയ്യും? അത് ടാക്സബിൾ അല്ല. കാരണം എന്താണ്? അത് റിസീവ് ചെയ്തത് ഇന്ത്യയിലല്ല എന്നുള്ളതുകൊണ്ട്. അടുത്തത് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇനി താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ കുറച്ച് പോയിന്റ് പറയുന്നുണ്ട്. അത് അസസ് ഇപ്പോൾ എവിടെയാണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും ശരി ഇന്ത്യക്ക് പുറത്താണെങ്കിലും ശരി, എന്തായിരിക്കും അവരുടെ ഇൻകം ഇന്ത്യയിൽ കിട്ടിയതായിട്ട്, ഇന്ത്യയിൽ ലഭിക്കുന്നതായിട്ട് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യും? എല്ലാ അസസിക്കും അത് ടാക്സബിൾ ആക്കുന്നു. അതായത് പുറത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് കിട്ടിയതായിട്ടാണ് കണക്കാക്കുന്നത്. എന്നിട്ട് അതിനെ ടാക്സബിൾ ആക്കി എടുക്കുന്നു. അത് എന്തൊക്കെ തരത്തിലുള്ള ഇതാണെന്നാണ് ഇനി പറയണത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് അതായത് അംഗീകൃതമായ പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ള എംപ്ലോയിയുടെ പ്രീവിയസ് ഇയറിലുള്ള ആനുവൽ അക്രിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിലായിരിക്കും? റൂൾ 6 ഓഫ് പാർട്ട് എ ഓഫ് 4th ഷെഡ്യൂളിലായിരിക്കും. അതിൽ എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ, അതല്ല സെക്ഷൻ 7(1) അനുസരിച്ച് 9.5% കൂടുതൽ ഇൻട്രസ്റ്റ്, അതായത് ആ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതിൽ, ആ 12% ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ് 9.5% കൂടുതൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇത് അസസിക്ക് ടാക്സബിൾ ആകുന്നു. അതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ള എംപ്ലോയിയുടെ പ്രീവിയസ് ഇയറിലെ ആനുവൽ അക്രിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റൂൾ 6 ഓഫ് പാർട്ട് എ ഓഫ് ദ ഷെഡ്യൂൾ 4 അനുസരിച്ചാണ്. എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ സാലറിയുടെ 12% കൂടുതലാണെങ്കിലും 9.5% കൂടുതലാണ് ഇൻട്രസ്റ്റ്, അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 9.5%-ന് മുകളിലാണെങ്കിലും ബാലൻസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് ടാക്സബിൾ ആയിട്ട് തന്നെ വരുന്നു. ഇനി അതേപോലെ തന്നെയുള്ള അടുത്ത പോയിൻ്റാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബാലൻസ് ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നത് ടാക്സബിളാണ്. 7(2) ആയിട്ട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാലൻസ് ഇൻകം, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ നമ്മൾ, അത് ബാലൻസ് ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻകം ടാക്സിൻ്റെ പരിധിയിലാണ് വരുന്നതെങ്കിൽ അതും ടാക്സബിളാണ്. ഇനി 7(3) അനുസരിച്ച് പറയണത് എംപ്ലോയിക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ പെൻഷൻ സ്കീം അണ്ടർ സെക്ഷൻ 80CCDയിലാണ് വരുന്നത്. എംപ്ലോയിക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ പെൻഷൻ അണ്ടർ സെക്ഷൻ 80CCDയിലാണ് വരുന്നത്. അടുത്തത് 198 വരുന്നതാണ് TDS. അടുത്തത് E ആണ് ഡീംഡ് പ്രോഫിറ്റ്. F ആണ് ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ്.
ഇത്രയും സംഭവങ്ങൾ ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഇതിലാണ്. എവിടെ കിട്ടിയാലും ശരിയാണ്, അതെന്താണ് ഇന്ത്യയിൽ കിട്ടുന്നതായിട്ട് കണക്കാക്കി എന്ത് ചെയ്യുന്നു, അത് ടാക്സബിളാക്കി മാറ്റുന്നു. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഒന്ന് PF, എംപ്ലോയർ 12% കൂടുതൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 9.5% കൂടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആകും. അടുത്ത് റെക്കഗ്നൈസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത ബാലൻസ് ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നതെങ്കിൽ അത് ബാധ്യത തന്നെയാണ്. അടുത്തത് എംപ്ലോയിക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ പെൻഷൻ സ്കീം അണ്ടർ സെക്ഷൻ 80 CCD എന്നതിലാണ് വരുന്നത്. അടുത്ത TDS. ഇനി അടുത്തത് ഡീംഡ് പ്രോഫിറ്റ്, ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ്. ഇത്രയാണ് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. സെക്ഷൻ 9 അനുസരിച്ച് ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, ഇതെല്ലാം ഇനി പറയണ 911, 912 അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും എന്താണ് ഫോളോയിങ് ഇൻകം ഡീം ടു അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതായത് എന്തൊക്കെയാണ്, ഇൻകം ഫ്രം കണക്ഷൻ ഇൻ ഇന്ത്യ, സാലറി ഏൺഡ് ഇൻ ഇന്ത്യ, സാലറി ഫ്രം ഗവൺമെൻറ് ബൈ ആൻ ഇന്ത്യൻ സിറ്റിസൺ ഫോർ സർവീസ് റെൻഡേർഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താണ് ഇൻകം ഡീം ടു അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ എന്നുള്ള പരിധിയിലാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, സെക്ഷൻ 911 അനുസരിച്ച് എന്താണ് ഇൻകം ഫ്രം കണക്ഷൻ ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓൾ ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് വെദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ത്രൂ ഓർ ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. ഏതൊരു ഇൻകം ആണ്, എല്ലാ ഇൻകം ആണെങ്കിലും അത് അക്രൂ ചെയ്യണോ എറൈസ് ചെയ്യുന്നതോ ഡയറക്റ്റ് ആയാലും ശരി ഇൻഡയറക്റ്റ് ആയാലും ശരി ഏതിലൂടെയാണ് ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ബി പോയിൻ്റ് എന്താണ്, ത്രൂ ഓർ ഫ്രം എനി പ്രോപ്പർട്ടി ഓർ അസറ്റ്സ് ഓർ സോഴ്സ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ. അടുത്ത എന്താണ് ത്രൂ ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഇങ്ങനെ 3 പോയിൻ്റായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഇൻകം ഫ്രം ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോണത്. ബിസിനസ് കണക്ഷൻ അല്ലെങ്കിൽ പ്രൊഫഷണലി കണക്റ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതും മേ ബി സെവറൽ ഫോംസിലുണ്ട്, പലതരത്തിലുണ്ട്. എന്തൊക്കെയാണ്, ഒന്ന് ബ്രാഞ്ച് ഓഫീസ് ഇൻ ഇന്ത്യ ഓർ ആൻ ഏജൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് NRI ഇൻ ഇന്ത്യ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അതായത് ബിസിനസ് കണക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, എ പേഴ്സൺ ഹു ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് NRIക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ, NRIക്ക് ഇവിടെ വന്ന് എല്ലാം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ ആക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയാം, ബിസിനസ് കണക്ഷൻ എന്ന് പറയാം. ഇനി അതിന് ചില എക്സംഷൻ ഉണ്ട് അല്ലേ, NRIക്ക് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു ഏജൻറ്റാ അങ്ങനെ എന്തെങ്കിലും അല്ലേ, ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ കമ്മീഷൻ ഏജൻറ്റ്, ബ്രോക്കർ ഏജൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ നിയമിക്കും. അപ്പോൾ അതിന് തന്നെ അങ്ങനെ നിയമിക്കുന്നതിന് തന്നെ അതിനെ ബിസിനസ് കണക്ഷൻ എന്ന് പറയും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് തന്നെ ചില എക്സംഷൻസ് കേസസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ബിസിനസ് ആക്ടിവിറ്റി ത്രൂ എ ബ്രോക്കർ. ബിസിനസ് കണക്ഷനിൽ ഒരു ബ്രോക്കർ, ജനറൽ കമ്മീഷൻ ഏജൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻറ്റ് മുഖേന നടത്തുന്ന ഒരു ബിസിനസ് പ്രവർത്തനവും ഇതിൽ പെടുന്നില്ല. ബിസിനസ് കണക്ഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ, ബിസിനസ് കണക്ഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് വന്നത് തന്നെ. ആ പോയിന്റിൽ ഫസ്റ്റ് 911 ഫസ്റ്റ് വന്ന പോയിന്റ് തന്നെ ബിസിനസ് കണക്ഷൻ എന്നാണ്. ബിസിനസ് കണക്ഷൻ എന്നുള്ളതിൽ എന്ത് പെടില്ല എന്ന് പറയുന്നത്, ബിസിനസ് കണക്ഷൻ ഒരു ബ്രോക്കറോ ജനറൽ കമ്മീഷൻ ഏജൻറ്റോ വേറെ ഏതെങ്കിലും ഒരു ഏജൻറ്റ് മുഖേന നടത്തുന്ന ഒരു ബിസിനസ് പ്രവർത്തനവും എന്തിൽ പെടില്ല, ബിസിനസ് കണക്ഷൻ, ബിസിനസ് ആക്ടിവിറ്റി എന്നുള്ളതിൽ ബിസിനസ് കണക്ഷൻ എന്നുള്ളതിൽ പെടില്ല എന്ന്. പക്ഷേ എന്നിരുന്നാലും സെയിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു സെയിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള നോൺ റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻസിന് വേണ്ടിയിട്ട് മെയിനായിട്ടോ ഊളിയായിട്ടോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹീ ഷാൽ നോട്ട് ബി ഡീം ടു ബി ബ്രോക്കർ, കമ്മീഷൻ ഏജൻറ്റ് അങ്ങനെയുള്ളതിൽ വരില്ല. മുഴുവൻ സമയവും അദ്ദേഹത്തിന് ആ NRIക്ക് വേണ്ടി തന്നെയായിരിക്കണം, മെയിനായിട്ടോ ഊളായിട്ടോ മുഴുവൻ സമയവും മെയിനായിട്ടോ ഊളായിട്ടോ മുഴുവൻ സമയവും ആ NRIക്കും NRIസിന് വേണ്ടിയിട്ട് അണ്ടർ സെയിം മാനേജ്മെൻറ്റിലുള്ള
അങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പരിധിക്ക് പുറത്തു പോവുള്ളൂ. അല്ലെങ്കിൽ ഈ ഇതിൽ നടത്തുന്ന ഒരു ബിസിനസ് പ്രവർത്തനവും ബിസിനസ് ആക്ടിവിറ്റി, ബിസിനസ് കണക്ഷൻ എന്നതിൽ പെടില്ല. പിന്നെ സെക്കൻഡ് പോയിന്റ്, ബിസിനസ് ആക്ടിവിറ്റി കൺഫൈൻ ടു പർച്ചേസ് ഓഫ് ഗുഡ്സ്. NRI ആണ്, നോൺ റെസിഡൻ്റ് ആണ്, പക്ഷേ ഒരു ഇൻകവും ഇന്ത്യയിൽ അക്രൂ ചെയ്യണില്ല അല്ലെങ്കിൽ എറേസ് ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു പർച്ചേസ് ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? വിച്ച് ആർ കൺഫൈൻ ടു എ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പോർട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് എക്സംഷൻസ് കൊടുക്കാം എന്നാണ് പറയുന്നത്. അടുത്ത്, ബിസിനസ് ആക്ടിവിറ്റി ഓഫ് എ ന്യൂസ് ഏജൻറ്റ് കൺഫൈൻ ടു കളക്ഷൻ ഓഫ് ന്യൂസ് എക്സെട്ര. എന്താണ് ഇനി? NRI ഒരു ന്യൂസ് ഏജൻസി തുടങ്ങിയാൽ, അതായത് പബ്ലിഷിംഗ് ന്യൂസ് പേപ്പറോ മാഗസീനോ ജേർണലോ എന്തെങ്കിലും, ഇതിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, കിട്ടി തുടങ്ങിയിട്ടില്ല. ഇവ ഇന്ത്യയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അതും എന്താണ്? അതും എക്സംഷനായിട്ട് ഭാഗത്തിൽ തന്നെ വരും. ബിസിനസ് ഓഫ് മൈനിങ് ഓഫ് ഡയമണ്ട്, അതായത് ഡയമണ്ട് ഖനനം ചെയ്യുക. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോറിൻ കമ്പനി സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സോണിൽ തരംതിരിക്കാതെയോ കട്ട് ചെയ്യാതെയോ ആയ ഡയമണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻകവും ഉണ്ടാവുന്നില്ല, അല്ലേ? സെൻട്രൽ ഗവൺമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എക്സംഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരും. അഞ്ചാമത്, ബിസിനസ് ആക്ടിവിറ്റി കൺഫൈൻ ടു ഷൂട്ടിംഗ്. ഇന്ത്യയിലെ സിനിമാറ്റോഗ്രഫി, ഫിലിമിൽ നിന്നുണ്ടാക്കുന്ന വരുമാനം, അങ്ങനെ കിട്ടുന്ന വരുമാനം ഇതിൽ പരിഗണിക്കുന്നില്ല. അതും എക്സംഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ഫസ്റ്റ് പോയിന്റ്, ഇൻകം ഫ്രം ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ഇൻകം ഡീം ടു അക്രൂ ഓർ റേസ് ഇൻ ഇന്ത്യ എന്നുള്ള 911 പറയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ എക്സംഷൻസുമാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത പാർട്ടിൽ അടുത്ത കാര്യങ്ങളെക്കുറിച്ച്, അതായത് 912 സാലറി ഏൺഡ് ഇൻ ഇന്ത്യ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇതെന്ന്, അതായത് ഇതൊന്നും ഈ പാർട്ടൊന്നും വായിക്കാതെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. നമുക്കൊന്ന് അത് ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു പോകാം.